ചാണകപ്പൊടി ആയതുകൊണ്ട് ഈ പ്രാണികളൊക്കെ വീട്ടിനുള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചെടി നല്ല രീതിയിൽ വളരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ന്യൂട്രിയൻറ്റ് വേറെയാണ്. അതുപോലെ ചെടികൾക്ക് പൂക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാനും രോഗപ്രതിരോധ ശേഷി കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ന്യൂട്രിയൻറ്റ് വേറെയാണ്. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ എല്ലാവരും വീട്ടിനുള്ളിൽ ഇതുപോലെ നമ്മൾ കുപ്പിക്കുള്ളിൽ വെള്ളത്തിൽ മണി പ്ലാന്റ്, ലക്കി ബാമ്പു തുടങ്ങിയ ചെടികൾ നമ്മൾ വളർത്താറുണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ആദ്യം കാണുന്ന ഇല കുറച്ച് വലുതാണ്, പിന്നെ ചെറുതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളർന്ന് വരുമ്പോഴേക്കും ഇതിൻ്റെ ഇലയുടെ ഭംഗി കുറഞ്ഞു വരും. അതായത് ഇലയുടെ സൈസ് ചെറുതായി വരിക. ഇതിൻ്റെ ആദ്യം നമ്മൾ കൊണ്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട സമയത്തുള്ള ആ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇത് പിന്നെയും ഇത് വളർന്ന് മുകളിലോട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റ് ഈ വെള്ളത്തിൽ നിന്ന് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ലക്കി ബാമ്പു വാങ്ങി വളർത്തുമ്പോഴും ഇതേ ഒരു പ്രശ്നമുണ്ട്. ഇത് ആദ്യം നല്ല ഭംഗിയിൽ കുറച്ച് ദിവസം വളരും, പിന്നെ ഇതിൻ്റെ വളർച്ച കുറച്ച് മുരടിച്ചിട്ട് ഇത് ആദ്യം കാണുന്ന ലുക്കൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഇലയുടെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടുന്നു. അതായത് ഇതിൻ്റെ ലുക്കൊക്കെ മാറി വളരെ മോശം അവസ്ഥയിലോട്ട് പോകും. അതുപോലെ നമ്മൾ ഇൻഡോറിൽ ചെടിച്ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആ ചെടിച്ചട്ടിയിൽ ആ കുറച്ച് മണ്ണ് അതിൻ്റെ അകത്ത് ഉണ്ടാവാറുള്ളൂ. ആ ഒരു മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻറ്റ് മുഴുവൻ ആ ചെടി വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന് വലിച്ചെടുക്കാൻ ന്യൂട്രിയൻ്റ് ഒന്നും ആ മണ്ണിൽ ഇല്ലാത്തതുകൊണ്ടാണ് ആ ചെടിയും അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നത്. നമുക്കിതിൽ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ വളം കൊടുക്കാം. നമ്മളിതിലേക്ക് വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡോർ പ്ലാന്റുകളാണ്. നമുക്ക് കുപ്പിയിലുള്ള ചെടിക്ക് എന്തായാലും ജൈവവളം കൊടുക്കാൻ പറ്റില്ല. കാരണം ആ വെള്ളത്തിൽ ജൈവവളം ഇടുന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോർ ചട്ടിയിൽ വളർത്തുന്ന ചെടികളുടെ പ്രശ്നം, ഇതിൽ നമ്മൾ ചട്ടിയിലോട്ട് എന്തെങ്കിലും ജൈവവളമോ മറ്റേ ചാണകപ്പൊടി പോലുള്ള എന്തെങ്കിലും ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയിൽ നനവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല്, ചാണകത്തിൻ്റെ സ്മെല്ല് എന്തായാലും നമ്മുടെ ഇൻഡോർ വീട്ടിനുള്ളിലേക്ക് നിറയും. ചാണകപ്പൊടി ആയതുകൊണ്ട് ഈ പ്രാണികളൊക്കെ വീട്ടിനുള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരം ചെടികൾക്ക് വളം കൊടുക്കേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലയിലൂടെ വളം കൊടുക്കുക എന്നതാണ് ഇതിന് ഏറ്റവും നല്ല ടെക്നിക്ക്. അപ്പോൾ നമ്മൾ ഇലയിലൂടെ വളം കൊടുക്കുമ്പോഴും കുറച്ച് പ്രശ്നമുണ്ട്. അതായത് ഓരോ ചെടിക്കും അതിൻ്റെ വളർച്ചാ ഘട്ടമനുസരിച്ചിട്ടാണ് നമ്മൾ വളം കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളരാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ന്യൂട്രിയൻറ്റ് വേറെയാണ്. അതുപോലെ ചെടികൾക്ക് പൂക്കാനുള്ള ടെൻഡൻസി ഉണ്ടാക്കാനും അതിന് ആവശ്യമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ന്യൂട്രിയൻറ്റ് വേറെയാണ്. അപ്പോൾ നമ്മൾ ഏത് ന്യൂട്രിയൻ്റാണ് ചെടികൾക്ക് കൊടുക്കേണ്ടത്, ഏത് അളവിൽ കൊടുക്കണം, ആ അളവിൽ നിന്ന് കൂടിക്കഴിഞ്ഞാൽ ചെടിക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് ഉണ്ടാവണം. അതായത് ചെടി മൊത്തത്തിൽ തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടും ഇതിനൊരു കേടുപാടുകളും കൂടാതെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻറ്റ് കൊടുക്കാം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇലയിലൂടെ വളം കൊടുക്കേണ്ടത്. ഇപ്പോൾ നല്ല ഇലയുടെ ഭംഗിക്കും അതായത് ചെടിക്ക് നല്ല വളർച്ചയാണ് ആവശ്യമുണ്ട് എങ്കിൽ കൊടുക്കേണ്ടത് ന്യൂട്രിയൻറ്റ് നൈട്രജനാണ്. നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളം യൂറിയയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് യൂറിയ വാങ്ങുക. അതേപോലെ നല്ല രോഗപ്രതിരോധ ശേഷിക്കും പൂക്കൾ വരാനുള്ള ടെൻഡൻസിയൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിന് പൂക്കൾ വരാനും ചെടിക്ക് ആവശ്യമുള്ളത് പൊട്ടാഷാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പൊട്ടാഷ് വളവും വാങ്ങുക. ചെടിയുടെ വളർച്ച മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂറിയ മാത്രം 1 ഗ്രാം എടുക്കുക. അതുപോലെ രോഗപ്രതിരോധത്തിനും പൂക്കൾ വരാനുള്ള ടെൻഡൻസിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ പൊട്ടാഷ് മാത്രം 1 ഗ്രാം എടുക്കുക. ഇപ്പോൾ രണ്ടും ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 1/2 ഗ്രാം പൊട്ടാഷ് എടുക്കുക, 1/2 ഗ്രാം യൂറിയ എടുക്കുക. രണ്ടും കൂടെ ഒരിക്കലും 1 ഗ്രാമിൽ കൂടാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഔട്ട്ഡോർ പ്ലാന്റ്സിനാണെങ്കിൽ രണ്ടും കൂടെ ഓരോ ഗ്രാം എടുത്ത് 2 ഗ്രാം ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ രണ്ടും 1/2 ഗ്രാം വീതം എടുത്ത് 1 ഗ്രാം ആക്കി വെച്ചേക്കാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിശ്രിതമാണിത്. ഏകദേശം 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 ലിറ്ററിൽ നിന്ന് അല്പം കൂടിയാണ് നിൽക്കേണ്ടത്, കുറയരുത്. ഞാനിവിടെ ഒരു 1 ലിറ്ററിൽ കൂടിയ ഒരു കുപ്പിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുത്തതിന് ശേഷം നമ്മൾ വളം ഇടുക. വളം ഇട്ടിട്ട് നല്ല രീതിയിൽ കലക്കുക. കലക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്പ്രേയിൽ നിന്ന് വീഴുന്ന ആ വെള്ളത്തിൻ്റെ ആ കണികയുണ്ടല്ലോ, ആ ഒരു ഡ്രോപ്പ്, അത് കുറച്ച് ചെറുതായിരിക്കണം. അതായത് ഒരു ഫോഗ് വീഴുന്ന ഒരു രീതിയിൽ നമ്മൾ ആക്കി വെക്കണം. ഇതേപോലെ നമ്മൾ ആക്കിയതിന് ശേഷം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൽ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഡോർ ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു പേപ്പർ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മറച്ച് വെച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പ്രേ പുറത്തൊന്നും കടക്കില്ല, ഇതിനകത്ത് തന്നെ നിൽക്കും. അല്ലെങ്കിൽ നമുക്കെടുത്ത് പുറത്ത് വയ്ക്കുക. പുറത്ത് വെച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് അകത്ത് കൊണ്ടുവെക്കാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡോർ ചെടികളായതുകൊണ്ട് തന്നെ ഓവറായിട്ട് വളർച്ച വരാതിരിക്കാൻ വേണ്ടി നമ്മൾ
ഒരു 3 ആഴ്ചയോ 4 ആഴ്ചയോ കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു യുക്തിക്കനുസരിച്ചിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. നമുക്ക് ഇതേ ടെക്നിക്ക് തന്നെ പുറത്തെ ചെടികൾക്ക് നമുക്ക് ചെയ്യാം. ഇതേപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ചെടികൾ, ഇതിനൊന്നും നമുക്ക് വളം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ നമുക്ക് ഇലയിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവരോ കുറച്ച് കൂടുതൽ അറിവുള്ളവരോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണോ എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.